ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമുക്കൊരു ആനിവേഴ്സറി കോംബോ സെറ്റിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടാലോ. ഒരു ഗിഫ്റ്റ് സെറ്റ് ഇത് നമുക്ക് അബ്രോഡ് നിന്ന് ഹസ്ബൻഡ് വൈഫിൻ്റെ ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ തന്നതായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഡയറക്റ്റ് ഡെലിവറിയാണ് ചെയ്തത്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് ഒരു ട്രോളി ഹാമ്പറും അതിൻ്റെ കൂടെ ഒരു ബൊക്കയും കൂടിയാണ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതിൽ ട്രോളി ഹാമ്പറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ബൊക്കൻ്റെ മേക്കിംഗ് വീഡിയോയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ നോക്കാം. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ എവിടെ നിന്നാണ് ട്രോളി വാങ്ങിച്ചത്, ബാക്കി ഐറ്റംസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ മുന്നേ നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ഗ്രീൻ ടച്ചിനാണ് കസ്റ്റമർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ കളറിൽ വരുന്ന ട്രോളി ഹാമ്പറാണ് എടുത്തിട്ടുള്ളത്. ഈ ട്രോളി ഹാമ്പർ ഞാൻ വാങ്ങിച്ചത് സ്ലഷ് ബോക്സ് എന്നാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിക്കലെന്ന്. സോ അവരെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി, അവർ റേറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ട്രോളിയിൽ ഒരു ബ്ലാക്ക് ചുരിദാർ ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ചുരിദാർ വേണമെന്നുള്ളത്. സോ അവർക്ക് നമ്മൾ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട തന്നെ കേട്ടോ സെലക്ട് ആക്കിയിട്ടുള്ളത്. അവർ സൈസൊക്കെ നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൽ കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിമാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ആഡ് ചെയ്യേണ്ട ചോക്ലേറ്റ്സ് എല്ലാം കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് കേട്ടോ. ആൾക്കറിയാലോ ആളുടെ വൈഫിന് ഏതൊക്കെ ചോക്ലേറ്റാണ് ഇഷ്ടമാവുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ള ചോക്ലേറ്റ് തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തതാണ്. നമ്മൾ ആദ്യം കുറേ ചോക്ലേറ്റ് വെച്ച് നോക്കി, പിന്നെ ഫ്രെയിം വെച്ച് നോക്കി, ഒന്നും എനിക്ക് അങ്ങ് കണ്ടുപിടിക്കണില്ല. അപ്പോൾ വീണ്ടും അത് എടുത്ത് മാറ്റും. അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഏത് ഹാമ്പറായാലും ഒരു വട്ടം വെച്ച് വെച്ചിട്ട് അത് സെറ്റായി കിട്ടില്ല. അതിങ്ങോട്ട് നല്ല പെർഫെക്ഷനിൽ ഉണ്ടായിട്ട് നമ്മൾ 2-3 വട്ടം വെച്ച് നോക്കണം. ചോക്ലേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് ഡയറി മിൽക്ക്, പിന്നെ നമ്മളെ മിൽക്കി ബാറിൻ്റെ ആ ഒരു ഫാമിലി പാക്ക്, പിന്നെ കിക്കറ്റ് ഉണ്ട്, ഗാലക്സി ഉണ്ട്, പിന്നെ കിൻഡർ ബ്യൂണോൻ്റെ പാക്കും. ഇതിലാണ് ചോക്ലേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ 2 ഫോട്ടോയും, പിന്നെ അവർക്കിപ്പോൾ ഒരു കുഞ്ഞു മോളും കൂടെ ഉണ്ടായിട്ടുണ്ട്. ആ മോളെ ഫോട്ടോ കൂടെ വെച്ചിട്ട് ഒരു A5 സൈസ് വരുന്ന ഒരു ഫോട്ടോ ഫ്രെയിം കൂടെ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടാസ്ക്, ഇത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ ഡെക്കറേറ്റ്, ഞാൻ ട്രോളി ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ബൊക്കെ ശരിയാക്കാം. ബൊക്കയും ഞാൻ ഗ്രീൻ തീമിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ ഫ്ലവർ നമുക്ക് കിട്ടാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രീൻ ടച്ച് വരുന്ന, ഗ്രീൻ ആൻഡ് ബ്ലൂ ആ ഒരു ടച്ച് വരുന്ന ഫ്ലവറും വൈറ്റ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഈ ബൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അധികം ഇതേപോലത്തെ ഫ്ലവർ ബഞ്ചസ് ആണ് കേട്ടോ എടുക്കുക. ഫ്ലവർ ബഞ്ചസ് എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്യും. ഇതേപോലെ കട്ടർ വെച്ചിട്ട് ഓരോന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം അത് നമ്മളെ സ്പഞ്ചിക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മളെ ഈ സ്പഞ്ചിൽ ഞാൻ ആദ്യം ക്ലിം റാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് റാപ്പ് ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ നമ്മളെ കൈമലൊക്കെ അതിമത്ത് ആ പൊടിയൊക്കെ ആയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് സ്പഞ്ചിൻ്റെ പകരമാണെങ്കിൽ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടും ഇങ്ങനെ കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ആദ്യം നമ്മളെ വൈറ്റ് ഫ്ലവർ, പിന്നെ ഗ്രീൻ, അങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് വെച്ച് കൊടുത്തതിൻ്റെ ശേഷം സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല എന്താ പറയുക, നല്ല വൃത്തിക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇളകി പോകാതിരിക്കാൻ. അപ്പോൾ ഒരു ഗ്രീൻ ടച്ച് വരുന്ന ബൊക്കെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബൊക്കെ ഷീറ്റും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് തന്നെയാണ് കേട്ടോ. ആദ്യം ഷീറ്റ് എടുത്തിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ച് ഉണ്ടല്ലോ അതിലിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ 2 സൈഡിലും, ആദ്യം സെൻറ്ററിൽ ഒട്ടിക്കുക, പിന്നെ 2 സൈഡിലും, അങ്ങനെ സെയിം ഹൈറ്റിലും ഇതിലും വരുന്ന രീതിക്ക്. അതായത് ഒരു ബൊക്കെ ഷീറ്റ് 2 പീസാക്കുക. ആ ഒരു സൈസാണ് കേട്ടോ. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ബൊക്കൻ്റെ വീഡിയോ ഇടുമ്പോൾ എത്രയാണ് മെഷർമെൻറ്റ് ചോദിക്കലുണ്ട്. അങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യാറ്. ആദ്യം ഞാൻ വലിയ ഷീറ്റിൽ തന്നെ ചെയ്യും. പിന്നെ നെക്സ്റ്റ് ഒരു ബൊക്കെ ഷീറ്റ് 4 പീസാക്കും.
അപ്പോൾ ഒന്നുകൂടെ ചെറിയ പീസാവില്ലേ, അങ്ങനെ ഒന്നുകൂടി ഇതേപോലെ മടക്കിയിട്ട് 2 സൈഡിൽ ഒട്ടിക്കും. അങ്ങനെ 2 ലെയർ 3 ലെയറൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച്. ഇത് സിമ്പിൾ രീതിയിലുള്ള ഒരു ബൊക്കെയാണ്. ഇത് ഞാൻ ഒരു പിൻട്രസ്റ്റ് രീതിയിലുള്ള ബൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേക്ക് വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിട്ട് നമ്മൾ ബൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഫുൾ ഒരു ഗ്രീൻ ടച്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യം, അതായത് എങ്ങനെ നമുക്ക് ട്രോളി ഹാമ്പറിനൊക്കെ റൈറ്റ് ഇടാം. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ട്രോളിക്ക് എത്ര റൈറ്റ്, ട്രോളി ഹാമ്പറിന് എങ്ങനെ റൈറ്റ് ഇടുക എന്നുള്ളതൊക്കെ അത് ഞാൻ പറഞ്ഞുതരാം. ട്രോളിക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പല ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഡിഫറെൻറ്റ് റേറ്റാണ്. ചിലവർക്ക് 800, ചിലവർക്ക് 900, ചിലവർക്ക് 1000 പുറത്ത് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏത് റേറ്റിലാണ് ട്രോളി കിട്ടുന്നത് ആ ഒരു റേറ്റ് പ്ലസ് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഐറ്റംസ്, ഓരോ കസ്റ്റമേഴ്സ് ഇന്നത് ആഡ് ചെയ്യണം എന്ന് പറയില്ലേ. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ജസ്റ്റ് ചുരിദാർ, ചോക്ലേറ്റ് അത്ര മാത്രമല്ലേ ഉള്ളൂ. വേറെ കസ്റ്റമേഴ്സ് പല ഐറ്റംസും പറയും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് പറയാം. പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴല്ലേ നമുക്ക് എമൗണ്ട് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരു സുമാർ എമൗണ്ട് കസ്റ്റമർ ആദ്യം തന്നെ പറഞ്ഞു. ചുരിദാറാകുമ്പോൾ എന്തായാലും നല്ലൊരു ചുരിദാറിന് 2500 ആ റേറ്റൊക്കെ വരും. പാർട്ടി വെയർ ആണെങ്കിൽ എന്തായാലും 3000 എബോ പോകും. അപ്പോൾ അങ്ങനെ ആ ചുരിദാറിൻ്റെ പ്രൈസ് പ്ലസ് പിന്നെ ചോക്ലേറ്റിൻ്റെ എമൗണ്ട് നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നത് നമുക്ക് എന്തായാലും ആദ്യം തന്നെ അറിയും ഈ ചോക്ലേറ്റിന് ഇത്ര എമൗണ്ട് ആണെന്ന്. അങ്ങനെ ആ ചോക്ലേറ്റിൻ്റെ എമൗണ്ട് പ്ലസ് നമുക്ക് എന്തെങ്കിലും ഓട്ടോ ചാർജ് വരുന്നുണ്ട്, സാധനം പർച്ചേസ് ചെയ്യാൻ പോകാൻ എന്തെങ്കിലും ഓട്ടോ ചാർജ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് പ്ലസ് ഇനി വീട്ടിൽ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒക്കെ എമൗണ്ട് ഇട്ടാൽ മതി. അത് പ്ലസ് പിന്നെ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എഫേർട്ടിലാണല്ലോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇടാം. ആ ഒരു എമൗണ്ട് പ്ലസ് ആ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ 200, 150 ഇടുക, 200 ഇടുക, അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ എഫേർട്ടിനനുസരിച്ച്. ചിലർക്ക് ലോങ് ആയിട്ട് പോകേണ്ടി വരും, ചിലർക്ക് നിയർ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അത്ര എമൗണ്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ലോങ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുന്ന ഫ്ലവർ, ഗമ്മ് അതിൻ്റെയൊക്കെ എമൗണ്ട് പ്ലസ് നമ്മളെ സെറ്റിംഗ് ചാർജ് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രോളി ഹാമ്പറിന് ഞാൻ റേറ്റ് ഇടലിട്ടാ. ട്രോളി ഹാമ്പർ ആകുമ്പോൾ നമുക്ക് സെറ്റിംഗ് ചാർജ് എന്ന് പറയുമ്പോൾ 300 തൊട്ട് 800 റേറ്റ് വരെ ഇടാം. അതായത് ഓരോ ഹാമ്പറിൻ്റെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന എഫേർട്ട്, ചെയ്യുന്ന കാര്യങ്ങൾ അതിനനുസരിച്ചാണ് എമൗണ്ട് ഇടുക. 300 മുതൽ 800 വരെ ഞാൻ ഇടാറുണ്ട്. അത് ഓരോ വർക്കിൻ്റെ രീതിക്കനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ അതാണ് റേറ്റിൻ്റെ കാര്യം. അങ്ങനെ നമ്മൾ ബൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ട്രോളി ഹാമ്പർ നമ്മൾ ഡെക്കറേഷൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള ഫ്ലവറിൻ്റെ സെറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അത് ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആദ്യം ഞാനൊരു കാർഡ്ബോർഡ് പീസ് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബൊക്കെ ചെയ്തിട്ടുള്ള സെയിം ഫ്ലവർ വെച്ചിട്ട് തന്നെ അതിൽ നിന്ന് ഓരോ ഫ്ലവർ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ ട്രോളിമേലും സെറ്റാക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ പകരം തെർമാക്കോൾ എടുത്തിട്ട് അതിലിങ്ങനെ കുത്തി കൊടുത്തിട്ടും ആ ഒരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ സെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് ആക്കിയിട്ട് നമ്മൾ ട്രോളിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത സൈഡിൽ ഹാപ്പി ആനിവേഴ്സറി എന്നുള്ള അഗ്രിലിക്കട്ടും കൂടി ഒട്ടിച്ച് കൊടുത്താൽ നമ്മളെ ട്രോളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വോയിസ് ഓവറിൽ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാട്ടോ. പുറത്ത് നല്ല മഴയാണ്, ഇപ്പം നല്ല മഴയാണല്ലോ, മഴക്കാലമായില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒന്ന് അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൊടുക്കുക, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.